ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബട്ടർ കുംസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഒരു കപ്പ് മൈദയും ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അത് മാറ്റി വെക്കാം. പിന്നെ ശേഷം ഒരു 100 ഗ്രാമിൻ്റെ ബട്ടർ മെൽട്ടാക്കി വെക്കണം. പിന്നെ ഇതിനായിട്ടൊന്ന് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 മുട്ടക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അത്യാവശ്യം വലിയ മുട്ട തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓവനൊന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കുന്നതാണ്. അതും പാനിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഡയറക്റ്റ്. അപ്പോൾ മുട്ടയിലേക്ക് ഒരു ടീസ്പൂൺ വനില എസൻസ് ചേർത്തെടുക്കാം. പിന്നെ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം. ഇതിങ്ങനെ യെല്ലോയിഷ് കളർ മാറിയിട്ട് ഒരു ക്രീം കളറിലേക്ക് വരുന്ന ടൈമാണ് ഇതിൻ്റെ യഥാർത്ഥ ടെക്സ്ചർ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നന്നായി ഫ്ലഫി ബീറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നേരത്തെ മാറ്റി വെച്ച് അരച്ച് വെച്ച് മൈദ ചേർത്തെടുക്കാം. ഇതിങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൂടെയാണ് ആക്കിയെടുക്കേണ്ടത്. സ്ലോ ആയിട്ട് ചെയ്യണം. ഇതിപ്പോൾ ഞാനിപ്പോൾ വീഡിയോയിൽ കുറച്ച് സ്പീഡാക്കിയതാണ്. സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത്. ഇത് കുറച്ചായിട്ട് ഇട്ടുകൊടുക്കാം. പിന്നെ ഇതിൽ എക്സ്ട്രാ ആയിട്ട് പാലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരളവിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. പിന്നെ അതുപോലെ ഇതൊന്ന് മിക്സാക്കി എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൂടെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ബിഗിനേഴ്സൊക്കെ ഒരേ ദിശയിലേക്ക് തന്നെ ഇതൊന്ന് മിക്സാക്കി എടുത്താൽ മതി. ഈ ഒരു ടൈമിൽ ബാറ്റർ കുറച്ചൊരു തിക്കായിട്ട് തോന്നും. അത് ബട്ടർ അയച്ചു കൊടുക്കുന്ന ടൈമിൽ അതൊന്ന് സെറ്റായി വരും. ബട്ടർ കുറച്ചായിട്ട് അയച്ചു കൊടുക്കാം. ഇത് നന്നായി മിക്സാക്കി കൊടുക്കാം. ബട്ടർ എല്ലായിടത്തും ഒരുപോലെ മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതായത് നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒരു പാനിലേക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് ബട്ടറോ ഗീയോ എന്തെങ്കിലും ഗ്രീസ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്കൊന്ന് ഇതെല്ലാം ഒന്ന് വെച്ചെടുക്കാം. പിന്നെ ഇതൊന്ന് അടച്ച് വെച്ചെടുക്കാം. ഒരു 30 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ബേക്കാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ബട്ടർ കുംസൊക്കെ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഫ്ലോപ്പായി പോകുമെന്ന് പറയുന്നവർ ഇനിയൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്നിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കിയാൽ എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.